ഷിജാസ് ഓട്ടിസം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ നമ്മൾ ഈ ശ്വാസകോശം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഊതുന്ന എക്സസൈസുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരിയാണ് വായൻ്റെ ഉള്ളിലുള്ള എക്സസൈസും ഉണ്ട്, ഓറൽ മോട്ടോർ എക്സസൈസ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. പലരും നമ്മുടെ അടുത്ത് ആ വീഡിയോ എങ്ങനെ ചെയ്യണമെന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധാപൂർവ്വം അത് നോക്കുക. ഇതിൻ്റെ പേര് ഡ്രൈ മൗത്ത് അറ്റാച്ച്മെൻറ്റ് പെൻ എന്നാണ് പറയുക. ഇത് നാക്കിനെ ഇതേമാതിരി ചെയ്യണതാണ്. നാവിനെ അതാത് സ്ഥാനങ്ങളിൽ വെച്ച് കൊടുക്കുക. ഇത് കണ്ടില്ലേ? 1 2 3 4 5. ഇനി താഴേക്ക് വെക്കാം കേട്ടോ. ഇതേമാതിരി കോർക്കുക. കോർത്തിട്ട് വളയ്ക്കണം. ഒരു 5 പ്രാവശ്യം 5 നിണ്ണണ വരയ്ക്ക് വെച്ച് കൊടുക്കുക. 2 3 4 5. ഇത് ചെയ്യുമ്പോൾ നാവിൻ്റെ അടിയിൽ ഒരു എലാസ്റ്റിക് ഉണ്ട്. 2 നാവിൻ്റെയും അടിനെയും കൂടി ജോയിൻ്റ് ചെയ്യണം ആ എലാസ്റ്റിക്. ഇതിൽ മുറിവേൽക്കുകയോ പരിക്കേൽക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഡ ഴ എന്നുള്ള അക്ഷരങ്ങളൊക്കെ ക്ലിയറായി കിട്ടാൻ ഈ സ്ഥാനത്ത് വെക്കണം. അപ്പോഴാണ് അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ക്ലിയറായി കിട്ടുക. അതിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ അതേ സാധനം, അതിന് നല്ല വിലയുണ്ട്. ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ 250 300 പല രീതിയിലുള്ള വിലയാണ്. അപ്പോൾ ഞങ്ങൾ PVC പൈപ്പിൽ ഞങ്ങളിത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് ഇതേ രീതിയിലുള്ള സാധനം. അങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കുക. അതിൻ്റെ അരികും മുക്ക് മൂലകളെല്ലാം നല്ല വൃത്തിയായി മുറിച്ച്, പിന്നെ എമരി പേപ്പർ സാൻഡ് പേപ്പർ കൊണ്ട് ഉരച്ച് വൃത്തിയാക്കി മൂർച്ചയില്ലാത്ത വിധം ആക്കി വെക്കണം. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ തൊണ്ടയോ നാക്കൊന്നും പൊട്ടാൻ പറ്റില്ല. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നാവിനെ തോണിമാതിരി ആക്കി കൊണ്ടുവരാണ്. നാവിൻ്റെ തലപ്പ് ഇതും PVC പൈപ്പിൽ ഉണ്ടാക്കിയാണ്. ഇതും ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇത് നാവിനെ തോണി മാതിരി ആക്കിയെടുക്കാനാണ്. പക്ഷെ അടിയിലേക്ക്, നാക്കിൻ്റെ അടിയിലേക്കൊന്നും ഇത് കുത്താൻ പറ്റില്ല. അത് വളരെ ശ്രദ്ധിക്കണം. എവിടെയും പൊട്ടാണ്ടും പരിക്കില്ലാണ്ടും ചെയ്യണ കാര്യങ്ങളാണ് ഇതൊക്കെ. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് നാവ് തോണി മാതിരി ഉള്ള ഷേപ്പിൽ വെക്കും. ഇങ്ങനെ വളച്ചിട്ട് വെക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനൊരു സൈഡിക്കാക്കാം നാവിനെ. അവിടെ നിന്ന് കുത്താൻ പറ്റില്ല. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണിത്. ഇത് ഞങ്ങൾ PVC പൈപ്പിൽ ചെയ്താണ്. ഈ കമ്പി ചെമ്പ് കമ്പിയാണ്. അതിൽ മുത്ത് അപ്പുറത്ത് കോർത്ത് ഒന്നും പരുക്കല്ല, ഒന്നും കുത്താത്ത വിധത്തിൽ അതിനാക്കി ക്ലിയറാക്കി എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതിനെ എലിവേഷൻ ടൂൾ എന്നാണ് പറയുക. 2 ഭാഗത്തും 5 പ്രാവശ്യം ഇങ്ങനെ നാക്കും കൊണ്ട് തട്ടിക്കുക ആ പാസിനെ. 4 5 6 7 8 9 10. ശരി, 10 പ്രാവശ്യം. 1 2 സിജുവിന് ആദ്യം നാവൊന്നും ഇങ്ങനെ നീളത്തിൽ വരില്ല. ഇപ്പോഴൊക്കെയാണ് നീളത്തിൽ വരാൻ തുടങ്ങിയത്. നേരത്തെ സിജുവിൻ്റെ നാവൊന്നും പുറത്തേ വരില്ല. ഇത് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് നാവൊക്കെ ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങിയത്. സെൻട്രലിലേക്ക് അതിന് പൊക്ക് സിജു കിട്ടാ, പാസിന് പൊക്ക്. 2 3 4 5 6 മതി. 5 പ്രാവശ്യമൊക്കെ ആക്കിയാൽ മതി. ഇങ്ങനെ ടിഷ്യൂ പേപ്പർ, വൃത്തിയുള്ള ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് ഇതേമാതിരി മടക്കും. അല്ലെങ്കിൽ കോട്ടൺ തുണിയായാലും മതി. ഒരിക്കൽ ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിട്ട് നാവിനെ 2 ഭാഗത്തേക്ക് ഒരു 5 പ്രാവശ്യം ഇങ്ങനെ വളച്ച് പിടിക്കുക. ഇതേമാതിരി വലിക്കുക. ആ പേപ്പർ മടക്കിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. നീളത്തിൽ മെല്ലെ വലിക്കാൻ പറ്റുള്ളൂ. ആദ്യമൊന്നും സിജു നേരെ കാണിച്ചു തരില്ല. ഇനി ആ സൈഡിലേക്ക് 5 പ്രാവശ്യം. 1 2 3 4 5. ആ സൈഡിലേക്ക് 1 2 3 4 5. ഇത് ചെയ്യണവർ ആദ്യം ഇതേമാതിരത്തെ പേപ്പർ എടുക്കുക. പേപ്പർ അല്ലെങ്കിൽ വെള്ളം നല്ല വൃത്തിയുള്ള തുണി എടുക്കുക. ഇങ്ങനെ മടക്കുക. എന്താ പറയുക, നാക്കിൽ പിടിച്ചത് കഴിയുമ്പോൾ വഴുക്കും. അപ്പോൾ അതിനാണിത്. പിന്നെ വൃത്തിയുള്ള തുണിയായിരിക്കണം. എന്നിട്ട് ആദ്യം നമ്മളുടെ സ്വന്തം നാക്കിനെ വേറൊരാളിനെ കൊണ്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് വലിപ്പിക്കുക. അങ്ങോട്ടാക്കിപ്പിക്കുക, ഇങ്ങോട്ടായിപ്പിക്കുക. അപ്പോൾ നമ്മൾക്കറിയും ഇത് എത്ര കഷ്ടമുണ്ട്, എത്ര വേദനയുണ്ട്, എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അത് മനസ്സിലാക്കിയ ശേഷം മാത്രം നമുക്ക് കുട്ടികളുടെ നാക്കിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ അറിയുള്ളൂ ഇതിന് എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്.
ആദ്യം ഈ ഭാഗത്തേക്ക് ഒരിക്കുക, ഈ ഭാഗത്തേക്ക് ഒരിക്കുക, പിന്നെ പുറത്തേക്ക് ഒരിക്കുക. ചെറുതായിട്ട് വലിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കൂട്ടിക്കൊണ്ടുവന്ന് ഒരു 5 പ്രാവശ്യം വരെ ചെയ്യുക. ആദ്യം സ്വന്തം നാക്കിൽ വേറൊരാളിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം നമ്മളുടെ കയ്യിൽ. എന്നാലാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. നല്ല കഷ്ടവും വേദനയൊക്കെ ഉണ്ടാവും. ആദ്യം നാക്കൊന്നും നീണ്ടു വരില്ല. ആദ്യം തന്നെ പിടിച്ചിട്ട് വലിച്ച് നീട്ടാനും നോക്കാൻ പറ്റില്ല. ചെറിയ രീതിയിലൊരു എക്സസൈസാണ്. ആ രീതിയിൽ കണക്കാക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്, ഇത് ഇല്ലാത്തവർക്ക് സാധാ ബ്രഷ്, സോഫ്റ്റായ സാധാ ബ്രഷ് ഉപയോഗിച്ചിട്ടും ചെയ്യുക. ഇതൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഇപ്പോൾ ഓൺലൈനിലൊക്കെ. ഇതുമാതിരി ചെയ്യുക. 2 കവിളിൻ്റെ 2 ഭാഗത്തും ഒരു 5 പ്രാവശ്യം എണ്ണണ വരയ്ക്ക് അത്ര ചെയ്താൽ മതി. കവിളിൻ്റെ 2 ഭാഗത്തും 5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാക്കിൻ്റെ മേലെ ഇതേമാതിരി ഒരു 5 പ്രാവശ്യം എണ്ണണ വരയ്ക്ക് ചെയ്ത് കൊടുക്കുക, വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് സോഫ്റ്റുള്ള ബ്രഷാണ്. ആ സോഫ്റ്റുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. സാധാ സോഫ്റ്റുള്ള ബ്രഷ് ഉപയോഗിച്ചും ചെയ്യുക. വൈബ്രേറ്റർ ആകുമ്പോൾ നമ്മൾ ചെയ്യാണ്ട് തന്നെ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്പിന്നറാണ് കുട്ടികളുടെ കളിക്കുന്നതൊക്കെ. ഒരു 5 പ്രാവശ്യം 2 സൈഡും ഒരു 5 പ്രാവശ്യം 5 വരെ ചെല്ലുന്ന വരെ ചെയ്യുക. അതേമാതിരി ചുണ്ടിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒരു 5 പ്രാവശ്യം. ചിച്ചുക്കുട്ടാ വെച്ചിട്ടുള്ള എക്സസൈസാണിത്. സ്മൂത്തായിട്ടുള്ള ബോളാണിത്. അതുകൊണ്ട് കവിളിൽ മസാജ് ചെയ്ത് കൊടുക്കുക. 2 കവിളിൽ ഒരു 5 പ്രാവശ്യം. ചിച്ചുക്കുട്ടിക്ക് നല്ല സുഖം. മസാജും അതും ഇതൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുക. ചിജുവിന് ആദ്യം ഇതൊന്നും മുഖത്ത് വെച്ച ഇഷ്ടമല്ല. നമ്മളെയൊക്കെ തല്ലു ഇതൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളൊന്നിലും കയ്യിൽ ഉപയോഗിക്കുന്ന ഗ്ലൗസോ ഇത് വിരലിടുന്ന ഉറയാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഈ ഊനിലേക്ക്, പല്ലിൻ്റെ ഭാഗത്തുള്ള ഊനിക്കുള്ള മസാജാണിത്. മെല്ലെ ഇങ്ങനെ അമർത്തി, ചെറിയ രീതിയിൽ അമർത്തി കൊടുക്കുക. നമ്മുടെ കയ്യിൽ നഖമോ ഒന്നും അവൻ്റെ ശരീരത്തിൽ തട്ടാൻ പറ്റില്ല. എവിടെയും പരുക്കുണ്ടാകാൻ പറ്റില്ല. വേദന ഉണ്ടാകണമായിരുന്നു ചെയ്യാൻ പറ്റില്ല. വെറുതെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നീക്കി കൊടുക്കുക അമർത്തിയിട്ട്. ഒരു 5 ചെല്ലുന്നത് വരയ്ക്ക് അത്രേനെ വേണ്ടുള്ളൂ. എല്ലാ ഭാഗത്തും പല്ലിൻ്റെ ഊനിൻ്റെ എല്ലാ ഭാഗത്തും. ഇതെല്ലാം ആവശ്യം കഴിഞ്ഞാൽ വളരെ വൃത്തിയായി കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കണം. പിന്നെ പിറ്റേ ദിവസം അതേമാതിരി ചെയ്യണം. വയമ്പ് ഉണക്കി പൊടിച്ചതാണ്. ഉണക്കി പൊടിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് ചരിച്ചെടുത്തതാണ്. അതിൽ ഈ വയമ്പിൽ കൂടെ കുറച്ച് തേനും കൂടി ചേർക്കും. തേനും കൂടി ചേർത്ത ശേഷം നാവിൽ ഈ കോലിൽ തേച്ചിട്ട് ഇതുണ്ട് ഇതേമാതിരി നന്നായി കലർന്ന ശേഷം നാവിൽ തേച്ച് കൊടുക്കാനാണ്. ഇതേമാതിരി എല്ലാ ദിവസവും കുറേശ്ശെ കൊടുക്കുന്നത് ഇത്തരം കുട്ടികൾക്ക് നല്ലതാണ്. നാക്കിനും സംസാരശേഷിക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. നാവിൻ്റെ ആ ഭാഗത്തേക്ക് തേച്ച് കൊടുത്താൽ അത് ആ മധുരം നക്കാൻ വേണ്ടിയിട്ട് അവർ നാക്കിന് നീട്ടും. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ശിശുക്കുട്ടെ നക്കി എടുക്കും. പിന്നെ അങ്ങനെ ഈ ഭാഗത്ത് എടുക്കും. കസപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ സിജുവിന് ഈ കസപ്പ് ഇഷ്ടമാണ്. അങ്ങനെ നാക്കിന് ഈ അറ്റം വരയ്ക്ക് അവർ കൊണ്ടുവരും. അതേമാതിരി പിന്നെ മുകളിലേക്ക്, നാക്കിൻ്റെ മുകളിലേക്ക്, മൂക്കിൻ്റെ അത് വരയ്ക്ക് എത്തിക്കണം ശരിക്കും. നാക്ക് മുകളിലേക്ക് പോട്ടെ ശിശുക്കുട്ടാ, മുകളിലേക്ക് പോട്ടെ. മൂക്കിൻ്റെ അറ്റം വരെ എത്തണം. നാക്ക് മൂക്കിൽ പോയി മുട്ടണം. ആദ്യം കൂടുതലൊന്നും നാക്ക് പുറത്തേക്ക് വരില്ല. ആദ്യം അടുപ്പിച്ച് കൊടുക്കണം. പിന്നെ കുറേ ആകുമ്പോഴാണ് നമ്മൾ നീട്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി നാക്ക് ചോട്ടിക്ക്, ശിശുക്കുട്ടി നക്കാൻ വേണ്ടി നാക്ക് വളച്ച് ചോട്ടിക്ക് കൊണ്ടുവരുന്ന കണ്ടില്ല. ഇതാ ലോലിപ്പോപ്പ് വെച്ചിട്ട് ഇത് ചെയ്ത് കൊടുക്കുക ഇതേമാതിരി. ശിജുവിൻ്റെ നാക്കൊക്കെ ഇപ്പം നല്ല നീളത്തിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ നാക്കൊന്നും പുറത്തേ വരില്ല. അല്ല ശിജുക്കുട്ടാ, കുട്ടികൾക്ക് ഇതേമാതിരി എന്താ ഇഷ്ടം? തേന് മാത്രമാണെങ്കിൽ തേന് മാത്രം, അല്ലെങ്കിൽ ജാമാണെങ്കിൽ ജാം, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത് എന്താ പറഞ്ഞാൽ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നല്ല എക്സസൈസാണ് നാവിനും വായൻ്റെ ഉള്ളിലേക്കൊക്കെ. ഇതിൻ്റെ എക്സസൈസിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇത് കഴിഞ്ഞിട്ട്. പിന്നെ ഈ ഇതിൻ്റെ ടൂൾസുകളൊക്കെ ഓൺലൈനിൽ വാങ്ങണമെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കുക, നമ്മുടെ ഇതിൻ്റെ താഴെ തന്നെ. നാക്കിൽ പാലന്മാര് വെക്കി കോലിനെ കണ്ടില്ലേ സിജു നാക്കിൽ നിർത്തുന്നത്? നാരങ്ങപ്പാൽ സ്പൂണിൽ നാരങ്ങ നിർത്തുന്ന മാതിരി. നാക്ക് നന്നായി നീട്ടിയിട്ട് അതിൽ ഈ കോലിന് വെച്ച് കൊടുക്കുക. അത് നാക്കിനെ കൺട്രോൾ ചെയ്യണ ഒരു എക്സസൈസാണ്. ഇതൊരു 5 പ്രാവശ്യം ചെയ്യുന്നവരെ വെച്ച് ഇളക്കാണ്ട് നിർത്തുന്ന എക്സസൈസാണിത്.
രശിക്കുട്ടാ ഷിജൊക്കെ എല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. ഇത് സ്പെയറോമീറ്റർ ആണ്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയാണ്. ശ്വാസവാസം വികസിപ്പിക്കുന്നതിന് ചുരുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ശിജുക്കുട്ട ഇത് ഊത് ഊത് ശിജുക്കുട്ട നന്നായി ഊത്. ആ ആ ഇനി ഇങ്ങനത്തെ വികാസത്തിനുള്ളതാണ്. ഇത് ഊതും ചെയ്യുക, ഉള്ളിക്ക് വലിക്കുകയും ചെയ്യതാ. ഇത് ശ്വാസം ഉള്ളിക്ക് വലിക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങും. പിന്നെ ഇതിങ്ങനെ കാറ്റി പിടിച്ചിട്ട് ഊതുക. അപ്പോൾ ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ നമ്മ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നമാതിരി നമ്മ ഒരു വാക്ക് ആന്ന് പറയാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് അതിനുള്ള മെസ്സേജുകൾ വരും, എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിന്. ആദ്യം ശ്വാസം പുറത്ത് വിടണം, അല്ലെങ്കിൽ ഉള്ളിക്ക് വലിക്കണം. ഇത് ഏത് ആവശ്യം പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രക്രിയക്കുള്ള ഓർഡർ മുകളിൽ നിന്ന് വരും ശ്വാസം വിടാൻ. ഒപ്പം തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ വോക്കൽ കോഡ്, തൊണ്ടയിൽ നിന്ന് വോക്കൽ കോഡുകളിൽ വൈബ്രേഷൻ വരും. ഒപ്പം നാവ് ഏത് ഭാഗത്തേക്കാണ് ചലിക്കേണ്ടത്, ആയിക്കാണെങ്കിൽ ആയിക്കനുസരിച്ച് ഏത് രീതിക്കാണ് വളയ്ക്കേണ്ടത് ആ രീതിക്കുള്ള വളയ്ക്കാനുള്ള മെസ്സേജ്, അതേമാതിരി കവിളുകൾ ഏത് ഭാഗത്തേക്ക് ആക്കണം എന്നുള്ള പിന്നെ മെസ്സേജുകളൊക്കെ ആ സമയത്ത് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ഓട്ടോമാറ്റിക്കായി ഇതൊക്കെ സെക്കൻഡ് കൊണ്ട് എത്തും. അപ്പോൾ അവിടുത്തെ മസിലുകളൊക്കെ അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഒരു സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനുള്ള പിന്നെ എയർ വരാനാണ് നമ്മൾ ശ്വാസം ഊതുന്ന എക്സസൈസുകളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അതിനൊരു ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മസിലുകളൊക്കെ നന്നായിട്ട് ക്ലിയറായി വർക്ക് ചെയ്യണം. അത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്കൊന്നും ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് മെസ്സേജ് വരില്ല, അതിൻ്റെ വർക്കിംഗ് കുറവാണ്. അതിൻ്റെ ഇത് കണ്ടീഷൻ നന്നായി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ 2 കൈയില്ലാത്ത കുട്ടികൾ സുഖമായിട്ട് നീന്തുന്നുണ്ട്, നമുക്ക് നീന്താൻ അറിയണ്ട. അതേമാതിരി 2 കൈയില്ലാത്ത കുട്ടികൾ കാലും കൊണ്ട് സ്പൂണും കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവർ ചിത്രം വരയുണ്ട്, ഫോൺ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർ സ്ഥിരമായ എക്സസൈസ് കൊണ്ടാണ് അവർക്ക് ഈ പുരോഗതി ഉണ്ടായിരിക്കുന്നത്. എന്നമാതിരിയാണ് ഈ കുട്ടികൾക്കും ഇതേമാതിരി കുറേ എക്സസൈസ് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾക്കും അത് വ്യക്തത വരാത്ത കുട്ടികൾക്കും, ഇപ്പോൾ സംസാരിക്കുന്ന ഓട്ടിസം കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അതില്ലാത്ത കുട്ടികൾക്കാണ് ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ വായിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് കൊണ്ട് അവിടെ പരിക്കോ പോറലോ ഒന്നും ഏൽക്കാണ്ട് വളരെ ശ്രദ്ധിക്കണം. അതേമാതിരി ഇതിൽ ഉമിനീരൊക്കെ എപ്പോഴും ആകും, അതുകൊണ്ട് അതിൽ ബാക്ടീരിയകളൊക്കെ നിറയെ ഉണ്ടാവും. എല്ലാ ദിവസവും അത് കഴുകി വൃത്തിയാക്കി വളരെ വ്യക്തമായി ചോദിക്കണം. നിങ്ങൾ പല യൂട്യൂബിൽ നിന്നും പല ഇതൊന്നും ഈ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ സംസാരം നല്ല വ്യക്തമായി ക്ലിയറായി വരുന്നത് വരെ നമ്മളിത് മുടക്കാണ്ട് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇതിൻ്റെ ചില ടൂൾസുകളുടെ ലിങ്കൊക്കെ നമ്മൾ വീഡിയോൻ്റെ താഴെ ഇടുന്നുണ്ട്. വേണ്ടവർക്ക് അത് ഓൺലൈനിൽ നിന്ന് വേണമെങ്കിൽ അതിൽ ലിങ്കിലൂടെ പോയിട്ട് വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ നമുക്ക് പറ്റിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ചില സാധനങ്ങളൊക്കെ. ഇത് കൊടുക്കുമ്പോൾ തുടക്കത്തിൽ ഓരോരോ പ്രാവശ്യം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആണ് കൂട്ടി കൊണ്ടുവരേണ്ടത് ഏറ്റവും കൂടുതൽ 5 പ്രാവശ്യം എല്ലതും. അത് എല്ലാ ദിവസവും കൃത്യമായിട്ട് അധികം കൊടുക്കാൻ നോക്കുക. പിന്നെ ആദ്യം നിങ്ങൾ സ്വന്തം നിങ്ങളുടെ ശരീരത്തിൽ ഇതൊക്കെ പ്രയോഗിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികൾ. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് എത്ര അളവിൽ വരിക്കണം, എത്ര അളവിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തിൻ്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഷിജുക്കുട്ടനയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ടൂൾസുകളൊന്നും അന്നില്ല. പിന്നെ ഇത് സംസാരം വരുന്നവരെ ചെയ്യണം എന്നുള്ളതൊന്നും പറഞ്ഞു തന്നില്ല. കുറച്ചു കാലം നമ്മൾ ചെയ്തു, അത് പിന്നെ ഇട്ടു. ഇത് സംസാരം വരുന്നവരെ ചെയ്യണം എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല, അന്ന് പറഞ്ഞു തന്നിട്ടില്ല. പിന്നീടാണ് നമുക്കൊക്കെ അത് മനസ്സിലാകുന്നത്. ഇപ്പോൾ അതിനുള്ള ഒരുപാട് ടൂൾസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബിലും അതേമാതിരി പല മീഡിയകളിലൂടെയും നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഒന്ന് കിട്ടുന്നുണ്ട്. അന്നൊന്നും ഇതൊന്നും നമുക്കുള്ള ഇതിനെപ്പറ്റി അറിവില്ല. അവർ പറഞ്ഞു തരും, അത് ചെയ്യും, പിന്നെ അത് ശരിയായി കഴിഞ്ഞ് നമ്മൾ നിർത്തും. ഇത് സംസാരം വരുന്നവരെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതെല്ലതും സംസാരം വരുന്നത് വരെ ദിവസേന കുറേശ്ശെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.